ഏവർക്കും ട്രാപ്പ് മല്ലുണ്ട് ഡെയിലി അനാലിസിസ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ടുമാറോ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 2 മാർച്ച് 2023. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ വീഡിയോക്ക് അനുസരിച്ച് തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ എനിക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നില്ല. മാർക്കറ്റ് മേ ബി കൺസോൾഡേറ്റ് ചെയ്യാം, ഒരു ഡേ ഹൈ ട്രാപ്പ് ഉണ്ടാക്കി മാർക്കറ്റ് താഴ്ത്തു വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിന് വലിയ കാര്യം തന്നെ നമ്മൾ എക്സാക്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മാർക്കറ്റ് പ്രീവിയസ് ഡേ ക്ലോസിന് താഴ്ത്ത് ഓപ്പൺ ആക്കിയും പ്രീവിയസ് ഡേ ക്ലോസ് ബ്രേക്കായി പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ആയതും കണ്ടിന്യൂ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു. ഓക്കെ, ട്രാപ്പ് ചെയ്തു എക്സാക്റ്റ് അതിനുശേഷം മാർക്ക് ഒരു ട്രെൻഡ് ലൈൻ അകത്താണ് നിന്നത്. ഈ ഒരു ഏരിയയിൽ ബ്രേക്കൗട്ട് വന്നപ്പോൾ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏകദേശം 12 മണിക്ക് ശേഷം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് രണ്ടാമത് ഇവിടെ ബയേഴ്സ് ട്രാപ്പായി. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ മാർക്കറ്റ് താഴത്തോട്ടാണ് വരികയും ചെയ്തത്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു, താഴ്ത്തു വന്ന് ഈ ഏരിയയിൽ ഞാനൊരു ട്രേഡ് എടുത്തുന്നു. എൻ്റെ ഈ ട്രേഡ് SL ഹിറ്റായി. SL ഹിറ്റായതും എൻ്റെ ട്രെയിലിംഗ് SL ആണ് ഹിറ്റായത്. ഞാൻ ആ ട്രേഡിന് പിന്നിലെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നെക്ക് ലൈൻ. ഓക്കെ, ഇതൊരു ട്രെൻഡ് ലൈൻ കൂടിയാണ്. സപ്പോർട്ട് കണ്ടിന്യൂ ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ ഏകദേശം ഇവിടെ ഒരു സോൺ മാർക്ക് ചെയ്തിരുന്നു. ഈ സോണിൻ്റെ വാലിഡിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ, സെല്ലിങ് അതിന് ശേഷം ഇവിടുന്ന് കണ്ടിന്യൂ ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയി എക്സാക്റ്റ് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്തതും ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു. എൻട്രി ഏകദേശം ഞാൻ ഈ എൻട്രി എടുത്തത് 2 മണി 2:15 അടുപ്പിച്ചാണ് ഞാൻ എൻട്രി എടുത്തത്. എടുത്തതിന് ശേഷം ഞാൻ ഈ റേറ്റസ്റ്റ് സാധാരണ സെല്ലേഴ്സ് എന്താണ് പിടിച്ചേക്കുന്നത്, ഹെഡ് ആൻഡ് ഷോൾഡർ കാണുമ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നെക്കിലിന് താഴെ ഷൂട്ട് ചെയ്യുക. രണ്ടാമത് ആൾക്കാർ പിടിച്ചേക്കുന്നത് എക്സാക്റ്റ് ട്രെൻഡ് ലൈൻ്റെ നെക്ക് ലൈനിൻ്റെ റീടെസ്റ്റ് വരുമ്പോൾ അവിടുന്ന് സെല്ല് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു നെക്ക് ലൈൻ ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത ശേഷം ഇങ്ങനൊരു നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് എൻട്രി എടുത്തത്. ബട്ട് ഏകദേശം എത്ര പോയിൻ്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി, 110 പോയിൻറ്റിൻ്റെ ടാർഗറ്റായിരുന്നു. ബട്ട് എൻ്റെ ഒരു 91 പോയിൻ്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കോസ്റ്റ് ഞാൻ എൻ്റെ ട്രേഡിനെ SL ട്രെയിൽ ചെയ്തിരുന്നു. ഏകദേശം ഈ ഏരിയയിൽ എൻ്റെ കോസ്റ്റ് എൻ്റെ ട്രേഡ് എക്സിറ്റായി. ഈ ട്രേഡിൻ്റെ വീഡിയോ ഞാൻ ലൈവായിട്ട് കോഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഞാൻ അവിടെ എൻട്രി എടുത്തു, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലൈവ് നമ്മുടെ 1K സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞാൻ കൊടുക്കുന്ന ലൈവ് ട്രേഡിംഗ് കോഴ്സിൽ ഞാൻ ഈ വീഡിയോ എൻ്റെ ഈ എൻ്റെ ട്രെയിലിംഗ് SL ഹിറ്റായ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. 1K സബ്സ്ക്രൈബ് ആകുമ്പോൾ 10 ലൈവ് വീഡിയോസിൻ്റെ എൻ്റെ ടാർഗറ്റും SL ഹിറ്റായ ഞാൻ എടുക്കുന്ന ട്രേഡ്സിന് പിന്നെ ലോജിക്കോട് കൂടി ഞാൻ ഒരു ലൈവ് കോഴ്സ് യൂട്യൂബിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതിൽ അന്ന് ഈ വീഡിയോ, ഇന്നത്തെ ഈ ലൈവ് വീഡിയോ ഇതുപോലെ തന്നെ എൻ്റെ 10 വീഡിയോ ലൈവ് ട്രേഡിൻ്റെ 10 വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ 100% എൻ്റെ ഈ ട്രാപ്പ് ട്രേഡിംഗ് ആക്യുറസി ഉണ്ടാവുന്നു, ഇപ്പോൾ ഒരിക്കലും പറയത്തില്ല. ബട്ട് നമ്മുടെ ലോസസിനെ ഏറ്റവും കുറയ്ക്കാൻ സഹായിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലോസസ് കുറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റിന് വിന്നിങ് റേറ്റ് കൂടാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമ്മുടെ ക്യാപിറ്റലിനെ എത്ര സേവ് ചെയ്യുന്നു അത്രത്തോളം മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ സർവൈവിങ് ആണ് മസ്റ്റ്. അല്ലാതെ 110 ഇൻഡിക്കേറ്റേഴ്സ് 23, 24, 28 EMA, SMA, ലോകത്തില്ലാത്ത ആൾഗോ ട്രേഡിംഗ്, ആ ട്രേഡിംഗ്, ഈ ട്രേഡിംഗ്, ഓക്കെ, എന്താ പറയുക, ബോട്ട് ട്രേഡിംഗ്, സീ ട്രേഡിംഗ്, അങ്ങനെയുള്ളതിനൊന്നും പുറകെ പോകാതെ മാർക്കറ്റിൻ്റെ ബിഹേവിയറിനെ മാത്രം മനസ്സിലാക്കി മാർക്കറ്റിൽ ആരെവിടെ ട്രാപ്പ് ആവുന്നു അതിനനുസരിച്ച് മാത്രം പോവുക. ഓക്കെ, നാളത്തെ പ്രിപ്പറേഷൻ പറയാനുള്ളത് ഈ ഏരിയയിൽ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ട് അതിനെ നെക്കിലും നിറയെ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റിൽ ഇപ്പോഴും ഫിബൊനാച്ചി യൂസ് ചെയ്യണമെങ്കിൽ ഫിബൊനാച്ചി നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നാണ് മാർക്കറ്റ് മൂവ് ആയത്. ഈ ലോ തൊട്ട് ഇന്നത്തെ ഹൈ എക്സാക്റ്റ് മാർക്കറ്റ് 38%-ലാണ് നിൽക്കുന്നത്. സോ ഇവിടുന്ന് ഞാനൊരു റീടെസ്റ്റ് മുകളിലോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ വന്ന സെല്ലേഴ്സിൻ്റെ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ടുവന്ന സെല്ലേഴ്സിനെ റിമൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും. നിങ്ങൾ ആദ്യത്തെ മണിക്കൂറിലെ ട്രേഡിംഗ് ഒഴിവാക്കി ഈ സെല്ലേഴ്സിന് എഗെയിൻസ്റ്റായിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ട്രാപ്പ് ട്രേഡിംഗ് എൻ്റെ പഴയ വീഡിയോകൾ കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ സെല്ലേഴ്സും ബയേഴ്സും ട്രാപ്പ് ആവുന്നത് എങ്ങനെയാണ്, എവിടെയാണ് ചാർട്ട് പാറ്റേൺസ് കണ്ട് വരുന്നത്, റീറ്റെയിലേഴ്സ് എവിടെ എൻട്രി ചെയ്യാൻ സാധ്യതയുണ്ടോ അവർക്ക് എഗെയിൻസ്റ്റായിട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാകും ഞാൻ ചാനൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും
ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.